ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തി ഇപ്പോലെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ പെറാക് കേവ് ടെമ്പിൾ. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഗോൾഡൻ ബുദ്ധ സ്റ്റാച്ചു ആണ്. മങ്കീസ് ഉണ്ട്. മങ്കീസൊക്കെ അത്യാവശ്യം അഗ്രസീവ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മളിപ്പോൾ ക്യാമറോട്ടിലുള്ള 3rd ഡേ ആണ്. നമ്മളിന്ന് ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇനി ഞാൻ സർപ്രൈസ് ഒന്നും വെച്ച് നിൽക്കില്ല. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ അതിന് പിന്നിലൊരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ക്യാമറൂണിലെ തനാരാത്ത. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയതും. ഇവിടെ നിന്നാണ് നമുക്ക് ഇപ്പോലിക്കുള്ള ബസ്. ഇവിടുന്ന് ഒരു 56 കിലോമീറ്ററൊക്കെയാണ് ഇപ്പോലിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് 8:30-ക്കാണ് നമ്മുടെ ബസ്സുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ടൈം 7:30 ആയി തോന്നുന്നു. 7:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ എവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് നോക്കണം. നമുക്ക് 8:15 നമ്മളിന്ന് ഇവിടെ എത്താൻ പറഞ്ഞിരിക്കുന്നത്. 8:30 നമ്മൾ ബസ് എടുക്കും. നമ്മളിപ്പോൾ ഇതാ ലഗേജൊക്കെ അത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൗണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ പോകുന്നത് യൂണിറ്റി എക്സ്പ്രസ് ആണ്. യൂണിറ്റി എക്സ്പ്രസിൻ്റെയും CS എക്സ്പ്രസിൻ്റെയും കൗണ്ടേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കുക. നമ്മളവിടെ ലഗേജ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈക്ക് റെൻ്റ് എടുക്കാം. ഇവിടെ അതിൻ്റെ ആഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബൈക്ക് റെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 8 hours മോട്ടോർ ബൈക്ക് ആണെങ്കിൽ 50 റിംഗറ്റും സ്കൂട്ടർ ആണെങ്കിൽ 70 റിംഗറ്റുമാണ്. നമുക്ക് അവിടെ 24 hours 80 റിംഗറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. തനാരാത്തയിൽ നിങ്ങൾക്ക് സ്റ്റേ എടുക്കാം കേട്ടോ. ഒരുപാട് പേര് ഇവിടെ സ്റ്റേ എടുക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ബെറ്റർ ഹോട്ടൽസൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ടൗൺ ഏരിയയാണ്, നമ്മുടെ ഏരിയ കുറച്ച് വിട്ട ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്ന വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റെൻ്റൽസ് എടുക്കാം. നമ്മളങ്ങനെ ഇപ്പോൾ എത്തി കേട്ടോ. ബസ്സിൽ വരുന്ന അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയാണ് ഉണ്ടായത്. ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ ഇപ്പോൾ എത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇനി നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. സെഡ് ഹോട്ടൽ എന്നാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേര്. ഇനി നെക്സ്റ്റ് 3 days നമ്മൾ ഇപ്പോഴായിരിക്കും. ടോട്ടൽ നമ്മളൊരു 5 days ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ദിവസം ക്യാമറൂണിലും 3 ദിവസം ഇപ്പോഴുമായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോവുകയാണ് ചെയ്യുക. ഗ്രാബ് വഴി തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാക്സി ബുക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് ഒരു 5 minutes തന്നെ നമുക്ക് നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ടായിരുന്നു. കമ്പയർ ടു ക്യാമറൂൺ ടാക്സി ഫെയറും ഇവിടെ വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഇസഡ് ഹോട്ടൽ. പതിവ് പോലെ തന്നെ ചെക്ക് ഇൻ ടൈമിനേക്കാൾ നേരത്തെയാണ് നമ്മൾ. ക്യാമറൂൺ ഭയങ്കര തണുപ്പുള്ളൊരു സ്ഥലമാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പെറാക് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേവ് ടെമ്പിളിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇപ്പോൾ എത്തി ഇപ്പോലെ ഫസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് നമ്മളിപ്പോൾ പെറാക് കേവ് ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ക്യാമറൂണിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോഴോട്ട് വന്നിരിക്കുകയാണ്. ക്യാമറൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലാൻഡാണ്, ഒരു ഹൈ റേഞ്ച് സ്ഥലമാണ്. നല്ല തണുപ്പാണ്. പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. നല്ല ചൂടാണ്, നല്ല വെയിലാണ്. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ മാറ്റി കണ്ടോ. ഞാൻ സെറ്റിട്ട് വന്നായിരുന്നു, അതൊക്കെ മാറ്റി. നല്ല ചൂടാണ് ഇവിടെ. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആണെന്ന് തോന്നി ക്യാമറൂണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ടാക്സിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ടാക്സി ഫെയറും കുറച്ച് കുറവാണ് കമ്പയർ ടു ക്യാമറൂൺ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇനി ഒട്ടും വൈകിക്കണ്ട, നമുക്ക് ടെമ്പിളിനകത്തോട്ട് കയറിയാലോ. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ബുദ്ധിസ്റ്റ് മോങ്ക് ആയിട്ടുള്ള ജിയാൻ ഡാങ്സുങ് ആണ് 1926 ആദ്യമായിട്ട് ഈ കേവ് കണ്ടുപിടിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മെഡിറ്റേഷനും സ്പിരിച്വൽ പ്രാക്ടീസസൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് കണ്ടിരുന്നത്. പിന്നീട് ഇന്ന് കാണുന്ന തരത്തിലൊരു ടെമ്പിളായിട്ട് ഇത് ഡെവലപ്പായി. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഗോൾഡൻ ബുദ്ധ സ്റ്റാച്ചു ആണ്. ഏകദേശം 40 അടി ഉയരമുണ്ട് ഈ സ്റ്റാച്ചുവിന്. ചുമരുകളിലൊക്കെ ഇതുപോലെ ചൈനീസ് മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിൻ്റെയും ഇവിടുത്തെ ദേവതകളുടെയൊക്കെ പെയിൻറ്റിങ്സ് ധാരാളമായിട്ട് കാണാം കേട്ടോ. ഇതിൽ പല പെയിൻറ്റിങ്സിനും 60-80 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. രണ്ടായിരത്തി 26 100 വർഷം പഴക്കമാവുന്ന ഈ ടെമ്പിൾ ഇപ്പോലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നമ്മളൊരു സൺഡേ ആണ് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആളുകളൊക്കെ അവിടെ പ്രാർത്ഥിക്കുകയും ഓഫറിങ്സ് നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് 4 ഗാർഡിയൻ ഡൈറ്റീസിനെ കാണാം കേട്ടോ. അതാണ് ഈ കാണിക്കുന്നത്. ഇത് ഈവിൾസിൽ നിന്നൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിലീഫ്.
നമ്മൾ ഓരോ പ്രാവശ്യം ഓഫറിങ്സ് നൽകുമ്പോൾ ഈ ഗ്രേറ്റ് ബെല്ല് റിംഗ് ആവും കേട്ടോ. ഓഫറിങ്സ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലോട്ടസ് കാൻഡിൽസും ഒക്കെ ആ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭണ്ഡാരങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ ഓഫറിങ്സ് നൽകാവുന്നതാണ്. ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ബിഗ് ബുദ്ധ സ്റ്റാച്ചുവിന് പുറമെ ഒരുപാട് വേറെയും ഡൈറ്റീസിനെ നമുക്കവിടെ കാണാം കേട്ടോ. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമുക്ക് ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നല്ല ചൂട് ചൈനീസ് ടീ ഒക്കെ കുടിച്ച് ഈ പോസിറ്റീവ് എനർജിയൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം നമുക്കവിടെ റിലാക്സ് ചെയ്തിരിക്കാവുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പല സ്ഥലത്തും ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ മ്യൂസിക് മാത്രമായിട്ട് ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണും, ഈ കാണുന്നതിനപ്പുറമായിട്ട് ഇത് വിവരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഈ അമ്പലം ഓപ്പൺ ആയിരിക്കും. ഈ അമ്പലത്തോട്ടുള്ള എൻട്രി തികച്ചും ഫ്രീ ആണേ. വൈകിട്ട് 5 മണി വരെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ വരുന്നതായിരിക്കും നല്ലത്. അതായത് ഈ അമ്പലം കാണുന്നതിന് പുറമെ ഇതിന് മുകളിലോട്ടൊരു ഹില്ല് കയറി പോയിട്ട് നമുക്ക് അവിടെ നിന്നുള്ള ടോപ്പ് എന്നുള്ളൊരു വ്യൂ കൂടി കിട്ടും. അതിൻ്റെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 3:30 PM ആണ്. അതുകൊണ്ട് തന്നെ 5 മണി വരെ കാത്തു നിൽക്കാതെ കുറച്ചുകൂടി നേരത്തെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം ഞാൻ ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഏരിയ കാണുന്നില്ലേ, അതുവരയ്ക്കാണ് ഈ സ്റ്റെപ്പുള്ളൂ. ഇത് പുറത്തേക്കുള്ളൊരു വഴിയാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഇത് മുകളിലേക്കുള്ള ഒരു ഹില്ല് കയറി പോകുന്നതിനുള്ള സ്റ്റെപ്സാണ് കേട്ടോ. ഏകദേശം 400-500 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലെത്താൻ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്തായിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ആസ്മയുടെ പ്രോബ്ലംസ് ഉള്ളത്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആൾക്കാർ, ഇവരൊന്നും ഈ ഹില്ല് കയറുന്നതിന് വേണ്ടിയിട്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ബോർഡ് കണ്ടപ്പോൾ ഈ ചെറിയ സ്റ്റെപ്സ് കയറുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്രയൊക്കെ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ കയറി വന്നപ്പോഴല്ലേ അറിയേണ്ടത് അത്ര ഈസി ആയിട്ടുള്ളൊരു ഹൈക്കിംഗ് അല്ല കേട്ടോ, കുറച്ച് പാടാണ്. നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് സ്റ്റെപ്സ് കയറി വന്നാൽ നമ്മളൊരു ജംഗ്ഷൻ പോലൊരു സ്ഥലത്തെത്തും. അവിടെ നമുക്ക് 2 വഴികളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത് ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. അത് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു എലിഫൻറ്റും ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. ഇവിടെ നമുക്കൊരു വ്യൂ കിട്ടും. അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്സ് മൊത്തം ഇറങ്ങി വീണ്ടും നമുക്ക് വേറൊരു റൂട്ടുണ്ട്. അതുകൂടെ പോയാലാണ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുക കേട്ടോ. അവിടെ നിന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ കിട്ടുമേ. ഇത് നമ്മൾ ആ കുട്ടി ദൂരമുള്ള സ്റ്റെപ്സ് കയറിയില്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഇനി താഴോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വീണ്ടും കുറച്ച് സ്റ്റെപ്സ് കയറണം കേട്ടോ. നമ്മളിതൊക്കെ കാണുമ്പോൾ കുറച്ച് ദൂരമുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ കയറി പോകുമ്പോഴാണ് മനസ്സിലാവുക അത്യാവശ്യം നല്ല ദൂരം നമുക്ക് സ്റ്റെപ്സ് കയറി പോകാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്സ് ഒന്നും അത്ര വീതിയുള്ള സ്റ്റെപ്സുകളൊന്നും അല്ല കേട്ടോ. ഒരു 2 പേർക്ക് കഷ്ടി കടന്നു പോകാനേ പറ്റുള്ളൂ. പക്ഷേ സ്റ്റെപ്സൊക്കെ നല്ല സ്റ്റെപ്സാണ്, അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റെപ്സൊന്നുമല്ല. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇത്രയും സ്റ്റെപ്സൊക്കെ കയറി വന്നപ്പോഴേക്കും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഈ കാഴ്ചയെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് അടുത്ത് പോകേണ്ട ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മല ഇറങ്ങിയത്. നമ്മൾ നെക്സ്റ്റ് പോയത് ഗുന്യുങ്ലാങ് റിക്രിയേഷണൽ പാർക്കിലോട്ടാണ് കേട്ടോ. പാരാക്കേവ് ടെമ്പിളിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഗൂഗിൾ റിവ്യൂലൊക്കെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. പക്ഷേ അതിന് മാത്രമൊന്നും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പണ്ട് ഇവിടെ പാർക്കിനകത്ത് കുറച്ച് എനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ എനിമൽസിനെയൊക്കെ സൂയിലോട്ട് മാറ്റി. അതുകൊണ്ട് വേറൊരു പാർക്ക് അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇവിടേക്കുള്ള എൻട്രി ഫീസ് ഒരാൾക്ക് 3 റിംഗറ്റാണേ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ബോട്ടിൽ റൈഡ് ഉണ്ട്. അതുവഴി പോയാലാണ് നമ്മൾ പാർക്കിലെത്തുക കേട്ടോ. പണ്ട് കാലത്ത് അവിടെ കുറേ എനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ എനിമൽസ് ഒന്നുമില്ല, അതിനൊക്കെ സൂയിലോട്ട് മാറ്റി എന്നാണ് അറിഞ്ഞത്. നമുക്ക് അവിടെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങാം, അത്രയേ ഉള്ളൂ. അവിടെയും പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പാർക്കാണ്. നമ്മൾ ഈ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ മങ്കീസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഈ മങ്കീസൊക്കെ അത്യാവശ്യം അഗ്രസീവാണ് കേട്ടോ. എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ ബോട്ടെത്തി. നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ബോട്ടിൽ കയറിട്ടോ. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ അപ്പുറത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ.
നിങ്ങളിതേ അക്കരെ കുറേ ബിൽഡിങ്സൊക്കെ കാണുന്നില്ലേ, അങ്ങോട്ടേക്കാണെങ്കിൽ നമ്മൾ പോകുന്നത്. നമ്മൾ ഫൈനലി അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ തരും കേട്ടോ. ഇവിടുത്തെ മങ്കീസ് ഉണ്ട്, അവരെ സൂക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് നമുക്ക് ബഗ്ഗി സർവീസ് ഉണ്ട്. ആ ബഗ്ഗി സർവീസ് വഴി നമുക്ക് അവിടെയൊക്കെ ചുറ്റി കറങ്ങാം. പക്ഷേ ഇതൊരു വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഒരു പാർക്ക്, അതിനപ്പുറമായിട്ട് പ്രത്യേകതയൊന്നും എനിക്ക് ഇവിടെ തോന്നിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുന്നൂം റിക്രിയേഷണൽ പാർക്കാണ് കേട്ടോ. ഈ പ്ലേസ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതൊരു പാർക്കാണ് ഇവിടെ. ഇത് നമുക്ക് വേണമെങ്കിൽ ചുറ്റിക്കടന്ന് കാണാം. പിന്നെ ഒരു ബോട്ടിങ് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എടുക്കുള്ളൂ ബോട്ടിലൂടെ വരാം. ബോട്ടിന് ഒരാൾക്ക് ടിക്കറ്റ് 3 റിംഗറ്റാണ്. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് നടന്ന് കാണാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വങ്കി എടുക്കാം. വങ്കിക്ക് ഒരു ആൾക്ക് 7 റിംഗറ്റാണ്. അതായത് അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടലായിട്ട് ഒരു 20 റിംഗറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൊട്ടി. അതിന് മാത്രം ഒന്നുമില്ല ഇവിടെ. മാത്രമല്ല ഇവിടെ 100-300ഓളം മങ്കീസ് ഉണ്ട്. മങ്കീസൊക്കെ അത്യാവശ്യം അഗ്രസീവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് പറ്റില്ല. സോ മാത്രമല്ല ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നതും ഒക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒത്തിരി നേരം നമ്മൾ ബോട്ടിന് ക്യൂ നിന്നിട്ടൊക്കെയാണ് നമ്മളവിടേക്ക് എത്തിയത്. സോ ടൈം വേസ്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ വന്ന് നമ്മുടെ ഹോട്ടലിലോട്ടാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മളിതേ റൂമിലോട്ട് എൻ്റർ ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റൂമൊന്ന് കാണിച്ചു തരേ. ക്യാമറൂണിലെ റൂം പോലെയല്ല. ക്യാമറൂണിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. ഇവിടെ അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊന്നും അല്ല കേട്ടോ. പക്ഷേ വളരെ നീറ്റായിട്ടുള്ളൊരു റൂമാണ്. ഒരു ബേസിക് റൂമാണ്. ബെഡ് ഉണ്ട്, ഒരു ക്യൂൺ സൈസ് ബെഡും പിന്നെ ഒരു സിംഗിൾ ബെഡും കൂടി ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, AC ഉണ്ട്, വളരെ നീറ്റായിട്ടുള്ളൊരു ബാത്റൂം. ഇത്ര തന്നെ ഉള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ ഹോട്ടലിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഹോട്ടൽ റൂമിൽ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഹോട്ടൽ വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. റൂമിലെത്തി ലഗേജൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ലഞ്ച് കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ക്യാമറയിലുള്ള തണുത്ത ക്ലൈമാറ്റിൽ നിന്ന് ഇപ്പോൾ ഈ ചൂടുള്ള ക്ലൈമറ്റിക്ക് പെട്ടെന്ന് വന്നതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. ഇവിടുത്തെ വെയിൽ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ഷീണിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് പിന്നെ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ കറങ്ങാനായിട്ട് ഇറങ്ങിയത്. നേരെ കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോലെ സ്ട്രീറ്റുകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഓൾഡ് ടൗൺ ഇപ്പോഴും അതുപോലെ തന്നെ വാച്ച് ടവറൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ നടന്നിട്ടാണ് കേട്ടോ അവിടേക്ക് എല്ലായിടത്തേക്കും പോയിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റിലൊന്നും വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മിക്ക കടകളും ക്ലോസ്ഡും ആയിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ടാണെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പിന്നെ പിറ്റത്തെ ദിവസം നമ്മുടെ ഡ്രൈവറേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഇവിടുത്തെ ഈ സ്ട്രീറ്റും മാർക്കറ്റൊക്കെ പകലാണ് ആക്റ്റീവായിട്ടിരിക്കുക. സന്ധ്യ ആകുമ്പോഴേക്കും കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് എല്ലാവരും അവരുടെ വീട്ടിൽ പോകും. അതുകൊണ്ട് തന്നെ ക്യാമറൂണിലെ പോലെ തന്നെ വലിയൊരു നൈറ്റ് ലൈഫ് ഒന്നും ഇപ്പോഴും ഇല്ല കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടൊരു കുടയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത്. നമ്മളിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വാച്ച് ടവറിന് അടുത്തോട്ടാണ് കേട്ടോ. ഇവിടെ ഈ ചുമരിലൊക്കെ കാണുന്ന പെയിൻറ്റിങ്സ് ഇല്ലേ, അത് ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത് ഈ സ്ട്രീറ്റിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ആളുകളൊക്കെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. 1909 ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് ബിർച്ച് മെമ്മോറിയൽ ക്ലോക്ക് ടവർ എന്നറിയപ്പെടുന്ന ഈ ക്ലോക്ക് ടവർ ഇവിടെ സ്ഥാപിക്കുന്നത്. പെറാക്കിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റായ JW ബിർച്ചിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിവിടെ സ്ഥാപിക്കുന്നത്. മലയ ആചാരങ്ങളിലും ഭരണത്തിലും എല്ലാ ബ്രിട്ടീഷിൻ്റെ ഇടപെടലിനെതിരെ 1875 നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ലോക്ക് ടവറിന് ഏകദേശം 44 അടി ഉയരമുണ്ട്. ക്ലോക്ക് ടവറിന് ചുറ്റും വെച്ചിട്ടുള്ള 4 ശില്പങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റം, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഡസ്ട്രിയൽ ആൻഡ് സിവിലൈസേഷൻ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഓൾഡ് ടൗണിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ക്ലോക്ക് ടവർ ഇവിടുത്തെ ഒരു പ്രധാന ചരിത്ര സ്മാരകമാണ്. ഇപ്പോൾ ഓൾഡ് ടൗണിലെ ഒരുപാട് ബിൽഡിങ്സ് കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ചവയാണ്. ടിൻ മൈനിൽ വന്നൊരു ബൂം ഇപ്പോനെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആക്കുകയും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ, ടൗൺ ഹാള്, വാച്ച് ടവർ തുടങ്ങി ഒരുപാട് ബിൽഡിങ്സ് അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു.
ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായിട്ടുള്ള AB ഹബ്ബാക്ക് 1914-16 കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഇപ്പോ ടൗൺ ഹാളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ദേവൻ ബന്ദാരൻ എന്നാണ് ഇപ്പോ ടൗൺ ഹാള് ഇവിടെ അറിയപ്പെടുന്നത്. ഇപ്പോ ടൗൺ ഹാളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിലായിട്ട് മലയൻ എമർജൻസി, തായ്ലാൻഡ് കൺഫ്രണ്ടേഷൻ തുടങ്ങിയിട്ടുള്ള യുദ്ധത്തിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആംഡ് ഫോഴ്സസ്, പോലീസുകാർ, സിവിലിയൻസ് അവരെയൊക്കെ ഓർത്തുകൊണ്ടുള്ളൊരു മെമ്മോറിയൽ വെച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത് ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ട്രാവൽ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് മാത്രമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഏതെങ്കിലും വഴി നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ റൂട്ടും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ലിറ്റിൽ ഇന്ത്യയിലോട്ടാണ്. സിംഗപ്പൂരൊക്കെ ലിറ്റിൽ ഇന്ത്യ പോലെ തന്നെയാണ്, പക്ഷേ അത്രത്തോളം ആക്റ്റീവ് ആയിരുന്നില്ല. നമ്മുടെ തമിഴ് ഷോപ്പുകളും നമ്മുടെ ഇന്ത്യൻ സ്റ്റോറുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അവിടെയൊക്കെ കറങ്ങി അവിടുത്തെ ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ ഒരു ചായയും കുടിച്ച് നമ്മൾ പിന്നെ പോയിട്ടുള്ളത് ഇപ്പോലെ വേറെ സ്ട്രീറ്റുകളിലേക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല ഒരു റെട്രോ സ്റ്റൈൽ സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഇത്. കടകളും കാര്യങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതിനുള്ള കാരണം മോർണിംഗിലാണ് ഇവിടെ ആക്റ്റീവ് ആവുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും കടകളൊക്കെ ക്ലോസ് ചെയ്യും. നല്ല ഭംഗിയുള്ള ആംബിയൻസിൽ ഒരുപാട് കഫേസും അതുപോലെ തന്നെ നമ്മുടെ ഡെക്കോർ ഷോപ്പുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ പല ഫോട്ടോ സ്പോട്ടുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ആളുകൾ ഇരുന്ന് കഴിക്കുന്ന ഈ 1-2 കഫേസ് ഒഴികെ ബാക്കി എല്ലാ കഫേസും ക്ലോസ്ഡ് ആയിരുന്നു. സ്ട്രീറ്റ് അത്ര ആക്റ്റീവ് ഒന്നും അല്ലെങ്കിലും നമ്മളവിടെ മൊത്തം കറങ്ങി കണ്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ ഹോട്ടലിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിലും വളരെ ഫേമസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പകൽ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബിൽഡിങ്ങുകളൊക്കെ ആ പഴയ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ നിലനിർത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് റിനോവേറ്റ് ചെയ്ത് മോഡേൺ സ്റ്റൈലിലോട്ടൊന്നും ആക്കിയിട്ടില്ല. അതുതന്നെയാണ് ഈ സ്ട്രീറ്റിൻ്റെ ഒരു ഭംഗി. നമ്മുടെ പഴയ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ ഈ സ്ട്രീറ്റ്. വന്ന ദിവസമായതുകൊണ്ട് നമ്മളിന്ന് ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോലെ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.